എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഡ്രീം ഡിയോ വൈബ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ലൈഫിലെ സ്പെഷ്യലായ ഒരു യാത്രയെക്കുറിച്ചാണ്. ഞാനും ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും അവരുടെ ഫാമിലി ആയിട്ട് നടത്തിയ ഒരു ഗോൾഡൻ ടെമ്പിൾ യാത്ര. ഞങ്ങൾ ഏകദേശം ഒരു 11 മണി ആയപ്പോഴാണ് ഇറങ്ങിയത് കേട്ടോ. ഇത് മനുവേട്ടനും യാനൂട്ടനും, ഇത് രച്ചു ചേച്ചി. ഞങ്ങൾ അവരെയും പിക്ക് ചെയ്ത് ഞങ്ങളുടെ യാത്ര തുടങ്ങിയേ. വഴിയിലുടനീളം നിറയെ ചിരികളും തമാശകളും മനോഹര കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ യാത്ര നന്നായിട്ട് ആസ്വദിച്ചു തുടങ്ങി. യാനോട്ടന് അവന്റെ കുറുമ്പും വികൃതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴിയില് റോഡരികിലായിട്ട് ഒരുപാട് ഗോതമ്പ്, നെല്ല് കൃഷികളൊക്കെ ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. പഞ്ചാബിൽ ഇപ്പോ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ദാഹം തീർക്കാനായിട്ട് ഒരു സോഡ കുടിക്കാന്ന് കരുതി പോകുമ്പോഴാണ് ഒരു സോഡ വിൽക്കുന്നത് കണ്ടത്. ഞങ്ങൾ വണ്ടി കുറച്ച് മുന്നോട്ട് പോയതിനു ശേഷം ഏട്ടൻ പറഞ്ഞു അവനൊരു കച്ചവടം ആയിക്കോട്ടെ, നമുക്ക് അവിടെ നിന്ന് കുടിക്കാന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി റിവേഴ്സ് എടുത്തു. അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഓ പജി 4 ഗോലി സോഡ കരുതേ. ഞങ്ങള് 4 ഗോലി സോഡ പറഞ്ഞു. ഞങ്ങളെ സോഡയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇവിടെ റോഡ് സൈഡിലായിട്ട് ഒരു കനാലും സൈഡിൽ വയലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ കേട്ടോ. നമ്മുടെ നാടിന്റെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ഗോലി സോഡ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നാട്ടിലെ ഗോലി സോഡയുടെ ടേസ്റ്റ് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഇത് ഓർഡർ ചെയ്തത് കേട്ടോ. കുടിച്ചു നോക്കിയപ്പോ ഏട്ടനോട് ഞാൻ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായിന്ന് പറഞ്ഞെങ്കിലും എനിക്ക് വല്ലാണ്ടൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല സോഡ. എനിക്ക് മാത്രമല്ല രച്ചു ചേച്ചിക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചേട്ടന്മാരും ഞാനോട്ടനും നന്നായിട്ട് ആസ്വദിച്ചു കുടിച്ചു കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമായി എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗോൾഡൻ ടെമ്പിൾ കാണണം എന്നുള്ളത്. പഞ്ചാബിലെ അമൃത്സറിലാണ് കേട്ടോ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഇന്നത് കാണാൻ പോകുന്നതിന്റെ ത്രില്ലിലാണ് ഞാൻ. അതാ നമ്മൾ ആ മുന്നിൽ കാണുന്നില്ലേ, അതാണ് ഗോൾഡൻ ടെമ്പിളിലേക്ക് പ്രവേശിക്കാനുള്ള കവാടത്തിന്റെ മുകൾ ഭാഗമാണ് കേട്ടോ അത്. ശരിക്കും കവാടത്തിന് ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ സ്വർണ്ണക്ഷേത്രം എത്രത്തോളം ഭംഗിയുള്ളതായിരിക്കും അല്ലേ. അങ്ങനെ നമ്മളിത് അമ്പലത്തിന്റെ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്ക് ആയിരുന്നു അവിടെ. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഒരു റിക്ഷ വിളിച്ചു. കാരണം പാർക്കിങ്ങിൽ നിന്ന് കുറച്ചു ദൂരം കൂടെ ഉണ്ട് ക്ഷേത്രത്തിലേക്ക്. നടന്നു പോവാന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. തിരക്ക് കൂടിയതും വീതി കുറഞ്ഞതുമായിട്ടുള്ള റോഡായിരുന്നു കേട്ടോ അത്. പോരാത്തതിന് 2 സൈഡിലും കച്ചവടങ്ങളും. നമ്മുടെ യാനോട്ടെ നല്ല എൻജോയ്മെന്റ് മൂഡിലായിരുന്നു കേട്ടോ. അവന്റെ ചിരികളും കളികളും ഒക്കെ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിൽ എത്തിയത് അറിഞ്ഞില്ല. ഞങ്ങൾ ഷൂ കൗണ്ടറിലെ ചെരുപ്പുകളെല്ലാം കൊടുത്ത് നേരെ പോയത് 1-ാം നമ്പർ ഗേറ്റിലേക്കായിരുന്നു. ആകെ 4 ഗേറ്റുകളാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ളത്. പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ നിർബന്ധമായിട്ടും തല ഒരു തുണിയോ സ്കാർഫോ അല്ലെങ്കിൽ നമ്മുടെ ഷോൾ ഉപയോഗിച്ചോ മൂടണം. അതുപോലെ തന്നെ കൈക്കാലുകൾ നന്നായിട്ട് വൃത്തിയാക്കി പ്രവേശന കവാടത്തിലുള്ള വെള്ളത്തിലൂടെ നടന്നിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. അകത്ത് പ്രവേശിച്ചതിന് ശേഷം ഇവിടുത്തെ നിയമങ്ങളും ആചാരങ്ങളും ബഹുമാനിക്കുകയും വേണം. നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനുള്ള വഴിയിൽ മുഴുവനും മാറ്റുകൾ വിരിച്ചിട്ടുണ്ടായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് അത് നനച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നല്ല ചൂട് കാരണം വെള്ളമൊക്കെ വറ്റി പോകുന്നുണ്ടായിരുന്നേ. സ്വർണ്ണത്തിളക്കത്തിൽ മനോഹരമായിട്ട് നിലകൊള്ളുന്ന ഈ ഒരു ക്ഷേത്രം മനസ്സിൽ പ്രത്യേകതര അനുഭൂതി നിറയ്ക്കുന്നത് തന്നെയായിരുന്നു. അവിടുത്തെ ശാന്തതയും ആത്മീയ അന്തരീക്ഷവും ഞങ്ങൾക്ക് വലിയൊരു പോസിറ്റീവ് എനർജി തന്നെ തന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകളെ ഒരേ മനസ്സോടെ സ്വീകരിക്കുന്ന ഈ ഒരു ക്ഷേത്രം സമത്വത്തിന്റെയും സേവനത്തിന്റെയും പ്രതീകം കൂടിയാണ്. ഹർമന്ദിർ സാഹിബ്, ദർബാർ സാഹിബ് എന്നീ പേരുകളിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. സിഖ് മതവിശ്വാസികളുടെ ഏറ്റവും പവിത്രമായ ആരാധനാലയം കൂടിയാണ് സുവർണക്ഷേത്രം.
16-ാം നൂറ്റാണ്ടില് ഗുരു അർജൻ ദേവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതിനാലാണത്രേ ഗോൾഡൻ ടെമ്പിൾ എന്ന പേര് ലഭിച്ചത്. മതം, ജാതി, ഭാഷ എന്നിവയുടെയൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇവിടെ പ്രവേശിക്കാമെന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ തിരക്കുകൾ ഒഴിഞ്ഞൊരു നേരവും നമുക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ. മാത്രമല്ല പഞ്ചാബിൽ ഇപ്പൊ സ്കൂളിൽ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ തിരക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഭക്തരുടെ ദാഹം തീർക്കാനായി പല ഭാഗങ്ങളിലായിട്ട് ദാഹജലം കൊടുക്കുന്നതിനായിട്ടുള്ള ഏർപ്പാടുകളും ഇവിടെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന വിശുദ്ധമായ ഈ ജലാശയമാണ് അമൃത് സരോവർ. ഈ ചൂടത്ത് ഈ ഒരു ജലാശയം ഞങ്ങൾക്കൊരു അനുഗ്രഹം തന്നെയായിരുന്നു. ഞങ്ങൾ ക്ഷേത്രത്തിന്റെ എല്ലാം ഭംഗി ആസ്വദിച്ച് തിരിച്ചിറങ്ങാൻ നിൽക്കുമ്പോഴായിരുന്നു ഇവിടെ ഒരു കീർത്തനം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഗുർബാണി കീർത്തൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. തലയിലെ നീല പകിടി ധരിച്ചിരിക്കുന്നവർ റാഖി-ചത എന്നറിയപ്പെടുന്ന കീർത്തന ഗായകരാണ്. ഇത് സിഖ് മതത്തിലെ ദൈനംദിന ആരാധനയുടെ ഭാഗം കൂടിയാണ്. സന്ദർശകർ ഇരുന്ന് ഈ കീർത്തനം കേട്ട് പ്രാർത്ഥിക്കുകയും ദാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ദിവസവും ഇത്തരത്തിലുള്ള ഗുർബാനി കീർത്തനം നടത്താറുണ്ടത്രേ. ആ ഒരു നിമിഷം അന്തരീക്ഷം മുഴുവനും ഭക്തിയും സമാധാനവും നിറഞ്ഞതായി അനുഭവപ്പെട്ടിരുന്നു. ആ നിമിഷം ഞങ്ങളെ യാത്രയിലെ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള അനുഭവങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു കേട്ടോ. ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോന്നു. ഞങ്ങൾക്ക് വാഗാ ബോർഡറിലും കൂടെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര തിരക്കാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ വിശേഷങ്ങൾ. പൊതുവെ എല്ലാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പഞ്ചാബ് നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന്. ശരിയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴി റോഡിന്റെ സൈഡിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെൽപ്പാടങ്ങളും ഗോതമ്പും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.